പ്രധാനമായും ഇറാനെ വരിഞ്ഞു മുറുക്കാനുള്ള തന്ത്രമാണ് പല രീതിയിലും ട്രംപ് ആവിഷ്കരിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണിപ്പോൾ ഗാർഗ് ദ്വീപിലെ എണ്ണ ഉൽപാദനം അവസാനിപ്പിക്കാനുള്ള ട്രംപിന്റെ ശ്രമങ്ങൾ നടക്കുന്നത്. ഇതാകട്ടെ ഇറാനെ സാമ്പത്തികമായി കൂടുതൽ പിടിച്ചു മുറുക്കുമെന്നതിലും യാതൊരുവിധ സംശയവുമില്ല. വെടിനിർത്തൽ വീണ്ടും അവിടെ നീട്ടിയെങ്കിൽ പോലും അതിന് പിന്നിൽ പോലും ട്രംപ് വ്യക്തമായ ചില പദ്ധതികൾ തയ്യാറാക്കിയിരിക്കുന്നു എന്നതാണ് ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. ഇറാൻ വെടിനിർത്തൽ നീട്ടിയുള്ള ഇറാനിൽ വെടിനിർത്തൽ നീട്ടിയിട്ടുള്ള ട്രംപിന്റെ ആ ഒരു തീരുമാനം സംഘർഷം രൂക്ഷമാകുന്നതിൽ നിന്നുള്ള ഒരു ചുവടുവയ്പായി തന്നെ കണക്കാക്കപ്പെട്ടിരുന്നുവെങ്കിൽ പോലും മിനിറ്റുകൾക്ക് ശേഷം US ട്രഷറി സെക്രട്ടറിയുടെ ഒരു പോസ്റ്റ് ഈ നീക്കത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം വിശദീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. ഇറാനിയൻ തുറമുഖങ്ങളുടെ നാവിക ഉപരോധം തുടരുന്നതിലൂടെ തന്നെ ഗാർഗ് ദ്വീപിലെ എണ്ണ ഉൽപാദനം നിർത്തലാക്കാൻ ട്രംപ് ഇറാനെ നിർബന്ധിക്കാൻ ആഗ്രഹിക്കുന്നതായും ഇത് അവരുടെ പ്രധാന വരുമാന സ്രോതസ്സിനെ തന്നെ നേരിട്ട് ബാധിക്കുന്നവയാണ് എന്നും ഇറാനെ സംബന്ധിച്ചിടത്തോളം നാശനഷ്ടങ്ങൾ ശാശ്വതമായിരിക്കും എന്നതാണ് ഇവിടെ എടുത്തു പറയുന്ന ഒരു കാര്യം. മറ്റൊരു രീതിയിലാകട്ടെ ഇത് ഏതൊരു നിമിഷത്തേക്കാൾ ഇറാനെ സമ്മർദ്ദത്തിലാക്കാൻ അമേരിക്ക ശ്രമിക്കുന്നതിനെ കുറിച്ചുള്ള ട്രംപിന്റെ കാഴ്ചപ്പാടിലെ ഒരു മാറ്റമാണ് ഈ ഒരു നീക്കം സൂചിപ്പിക്കുന്നത് എന്നതാണ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു മാസത്തെ ബോംബിങ്ങും അതുപോലെ തന്നെ ഭീഷണികളും ഇറാനെ പിന്തിരിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് ട്രംപ് ട്രംപ് വളരെയധികം നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് എന്നതാണ് വാസ്തവം. ധാരാളം ബോംബുകൾ പൊട്ടാൻ തുടങ്ങുമെന്ന് ശക്തമായി തന്നെ പറഞ്ഞിട്ട് പോലും ട്രംപ് വെടിനിർത്തൽ നീട്ടിയിട്ടും ഉപരോധം അവിടെ നീക്കാത്തത് വലിയ രീതിയിൽ ഇപ്പോൾ വലിയൊരു പ്രതിസന്ധി ഘട്ടമായി തന്നെ നീളുകയാണ്. യുദ്ധത്തിന് മധ്യസ്ഥത വഹിക്കാൻ ശ്രമിക്കുന്ന പാകിസ്ഥാനിൽ പുതിയ ചർച്ചകൾ നടക്കുകയും മുൻപ് ഉപരോധം പിൻവലിക്കണമെന്ന് ഇറാൻ പ്രത്യേകം ആവശ്യപ്പെടുക പോലും ചെയ്തിരുന്നു. അതേസമയം ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ തിരക്കേറിയ എണ്ണ വ്യാപാര പാതയായ ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലിന് നേരെ പോലും ഇറാൻ ശക്തമായ ആക്രമണമാണ് അഴിച്ചുവിട്ടത്. യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ തന്നെ നടത്തിയ ആക്രമണത്തിൽ കപ്പലിന്റെ കമാൻഡ് സെന്ററായ ബ്രിഡ്ജിന് കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി തന്നെ UK മാരിടൈം ട്രേഡ് ഓർഗനൈസേഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതോടുകൂടി തന്നെ ഇറാൻ ആക്രമണം കൂടുതൽ ഘടിപ്പിക്കുകയാണ്. മാത്രമല്ല പുലർച്ചെ ഒമാൻ തീരത്തിന് സമീപം വെച്ചാണ് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സിന്റെ സായുധ വോട്ട് കണ്ടെയ്നർ കപ്പലിന് നേരെ വെടിവെപ്പ് നടത്തിയത്. കപ്പലിൽ ഉണ്ടായിരുന്ന ജീവനക്കാരെല്ലാവരും സുരക്ഷിതരാണ് എന്നും അപകടമുണ്ടായതിനെ തുടർന്നുകൊണ്ട് തന്നെ തീപിടുത്തമോ അല്ലെങ്കിൽ പരിസ്ഥിതി പ്രശ്നങ്ങളോ ഉണ്ടായിട്ടില്ല എന്ന് പോലും അധികൃതർ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ആക്രമിക്കപ്പെട്ട കപ്പലിന്റെ പേരോ മറ്റു വിശദാംശങ്ങളോ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. അമേരിക്കയുടെ നേതൃത്വത്തിൽ ഇറാൻ തുറമുഖങ്ങളിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം പിൻവലിക്കുന്നതുവരെ ഹോർമുസ് കടലിടുക്ക് അടച്ചിടുമെന്ന് ഇറാന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഈ പുതിയൊരു സംഭവം ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.